ഇനി നോക്കൂ, അടുത്ത എക്സാമ്പിൾ നോക്കുക കേട്ടോ. 64/512 ആണ് കേട്ടോ. അപ്പോൾ 64 ഇപ്പം മുകളിലാണ് ചെറുത്, അടിയിൽ താഴെ എന്താണ് വലിയ നമ്പറുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് എന്താണ് ഫസ്റ്റ് വലിയ നമ്പറും പിന്നെ ചെറിയ നമ്പറും ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. ഇവിടെ നോക്കൂ 288 ഡിവൈഡഡ് ബൈ 36 എന്നൊക്കെ ആദ്യം വലിയ നമ്പറും പിന്നെ എന്താണ് ചെറിയ നമ്പർ വരുന്നത് അല്ലേ. ഇനി എന്താണ് നമുക്ക് വലിയ നമ്പറാണ് അടിയിൽ വരുന്നത് കേട്ടോ, ചെറിയ നമ്പർ മുകളിലും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ 64/512 അല്ലേ. അപ്പോൾ 64 എന്താക്കുക നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക നമുക്ക് 2⁶ എന്ന് കിട്ടും അല്ലേ. 512നെ 2⁹ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 64/512 എന്ന് ചെയ്യുമ്പോൾ എന്താക്കിയും അപ്പോൾ 2⁶/2⁹ കിട്ടി അല്ലേ. അപ്പം എവിടെയാണ് വലിയത്? താഴെയല്ലേ. അപ്പോൾ എന്താക്കുക ആ 6നെ 9ൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താക്കുക നമുക്ക് 2⁶/2⁹ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഈ 2⁶ താഴോട്ട് കൊണ്ടുവരുമ്പോൾ 1/2⁹ ആവും കേട്ടോ. എന്താണ് 2⁹ -6. അപ്പോൾ 9 - 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 അല്ലേ. അപ്പോൾ 1/2⁵ അല്ലേ. 1/2⁵ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/8 അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ 49/343 എന്താക്കുക? 49 എന്താ 7² അല്ലേ. 343നെ 7³ അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് 1/7⁻³ കേട്ടോ. വലിയ നമ്പർ അടിയിലല്ലേ വരുന്നത്. 7⁻3യും 7⁻2 ഉള്ളതിൽ 7⁻3 ആണ് വലുത് അല്ലേ. ആ 7⁻3 അടിയിലാണ്, ഡിനോമിനേറ്റർ ആണ് അല്ലേ. അപ്പോൾ എന്താക്കുക ആ ന്യൂമറേറ്ററിൻ്റെ പവർ എന്താക്കുക താഴെ കൊണ്ടുവന്നിട്ട് മൈനസ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1/7⁻3 - 2 എന്താണ് 1/7⁻1 കിട്ടും അല്ലേ. അപ്പോൾ 7⁻1 എന്ന് പറഞ്ഞാൽ 7 തന്നെ അല്ലേ. അപ്പോൾ 1/7 കിട്ടുക. അപ്പോൾ നോക്കിയോ, x⁻m/x⁻n = 1/x⁻n - m കേട്ടോ. അപ്പോൾ താഴെയുള്ള നമ്പറാണ് വലുത് എങ്കിൽ ആ മുകളിലത്തെ ആ പവർ താഴെ കൊണ്ടുവന്ന് മൈനസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 1/x⁻n - m. ദെൻ ഇനി നോക്കൂ, കാൻ യു സിംപ്ലിഫൈ ദ ഫ്രാക്ഷൻ ബിലോ ലൈക്ക് ദിസ്. ഇതുപോലെ ഇത് എന്താണ് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് 27/243 ആണല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 27 നമുക്ക് എന്താക്കുക പവറാക്കി എഴുതുക. അതുപോലെ 243നെ എന്താക്കുക പ്രൈം ഫാക്ടറൈസേഷനായിട്ട് പവറാക്കി എഴുതുക. നോക്കൂ, 27/243 ആണല്ലേ. അപ്പോൾ 27ൽ 2 പോവോ? ഇല്ല അല്ലേ. 27/2 വരുമ്പോൾ എന്താണ് ബാലൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ പറ്റൂല. അപ്പോൾ 27ൽ 3 പോവും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 27ൽ 3 നോക്കാം. എത്ര പ്രാവശ്യമാണ് 27ൽ 3? 3ൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക അല്ലേ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 9 അല്ലേ. അപ്പോൾ 9 എഴുതുക. ഓക്കെ, 9. ഇനി 9ൽ 3 പോവും അല്ലേ. 9ൽ എത്ര പ്രാവശ്യം 3 പോവുക? എത്രയാ? 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ 27ൽ 3 പ്രാവശ്യം 9 അല്ലേ. പിന്നെ 9ൽ എത്ര വട്ടം? 3 വട്ടം അല്ലേ. 3ൽ എത്രയാണ്? 3 1 അല്ലേ. അപ്പോൾ 27 നമുക്ക് 3 × 3 × 3 എന്ന് എഴുതാം അല്ലേ. ബൈ പിന്നെ 243ൻ്റെ നമ്മൾ കാണണം അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് 243നെ എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. 243 എന്ത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 243നെ എന്താണ് ലാസ്റ്റ് എന്താണ് ഇത് 2ൽ പോവോ? ഇവിടെ 3 ആയതുകൊണ്ട് എന്താണ് 2ൽ പോകില്ല അല്ലേ. അപ്പോൾ 3ൽ പോവുമെന്ന് നോക്കുക. 3ൽ പോകില്ലേ. എത്ര വട്ടാണ് പോവുക? 81 അല്ലേ. അപ്പോൾ ഇത് 27/243 അല്ലേ. അപ്പോൾ 27/243നെ എങ്ങനെയാണ് 3 പവറാക്കി എങ്ങനെ എഴുതുക? ഇവിടെ 3കളാണ് അല്ലേ. അപ്പോൾ 3 ആദ്യം എഴുതുക. എന്നിട്ട് അതിൻ്റെ പവർ എത്ര 3 ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 അല്ലേ. 3 ആണ് 3 ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവറാക്കി 3 എഴുതി. ഇനിയോ 3⁻3 എഴുതി. ഈ 243ൻ്റെ ആണ് അല്ലേ. 243ക്ക് എത്രയാണ്? നമുക്ക് 3 ആണ് മൊത്തം അല്ലേ. അപ്പോൾ 3 എത്ര കിട്ടി? ആദ്യം 3 എന്ന് എഴുതുക. 3 ആണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ 3 എന്ന് എഴുതുക. ഇനി 3ൻ്റെ പവർ എങ്ങനെ എഴുതുക? നമുക്ക് എത്ര 3 ഉണ്ട്? എത്ര 3 ഉള്ളത്? 1 2 3 4 5 അല്ലേ. 5 3 ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3ൻ്റെ പവറായിട്ട് എന്താക്കുക 5 എഴുതുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക? 3⁻3/3⁵5 ആണ് അല്ലേ. ഇനി നമ്മൾ എന്താണ് ഏതാണ് പവർ വലുത് നോക്കുക. പവർ ഏതാ വലുത്? താഴെയാണ് വലുത് അല്ലേ. അപ്പോൾ താഴത്തേക്കാണ് മറ്റേ മുകളിലത്തെ പവറിനെ കൊണ്ടുവന്ന് മൈനസ് ചെയ്യിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പവർ ഏതാ വലുത് നോക്കുക. എവിടെ മുകളിലാണ് വലുതെങ്കിൽ പവർ എന്താക്കുക അടിയത്തെ പവർ എടുത്ത് മുകളിൽ കൊണ്ട് മൈനസ് ചെയ്യുക. ഇനി താഴെയാണ് പവർ വലുതെങ്കിൽ പവർ പറഞ്ഞാൽ റേസ് ടു പറഞ്ഞാൽ മുകളിലുള്ള ഈ പവർ ഇല്ല 3 ഉം 5 കണ്ടല്ലേ.
ആ പവർ താഴെയാണ് വലുതെങ്കിൽ 1/3 എന്ന് പറഞ്ഞിട്ട് 3 ഇവിടെ ഏതാ നമ്പർ ആ നമ്പറിൻ്റെ പവർ എടുത്തിട്ട് മുകളിലത്തെ പവറിനെ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ അടിയിലാണ് പവർ വലുത് അല്ലേ. അപ്പോൾ 1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം അല്ലേ. 1/3 എങ്ങനെ എഴുതാ 3⁵ 5 - 3 അല്ലേ. അപ്പോൾ 1/3⁵ 5 - 3 അല്ലേ. 5 - 3 എന്ന് എഴുതുക കേട്ടോ. പവർ 5 - 3. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം = 1/3⁵ 5 - 3 എന്ന് പറഞ്ഞാൽ എത്രയാ 2 അല്ലേ. 1/3⁵2 എന്ന് എഴുതുക. അപ്പോൾ എന്താ 1/3² എന്നാണ് നമ്മളെ ആൻസർ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ. എന്ത് 1/3² എന്ന് പറഞ്ഞ ഈ ആൻസറാണ് എന്ത് നമ്മളെ ആൻസർ കേട്ടോ. ഓക്കെ. 27/243 എന്താണ് 1/3² കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ എന്താണിത് 125/3125 ആണ് അല്ലേ. അപ്പോൾ ഇതേ നേരത്തെ ചെയ്തമാതിരി തന്നെ എന്താക്കുക പ്രൈം ഫാക്ടറൈസേഷൻ കാണുക. ആദ്യം മുകളിലത്തെ പ്രൈം ഫാക്ടറൈസേഷൻ കാണുക, പിന്നെ താഴത്തെ പ്രൈം ഫാക്ടറൈസേഷൻ കാണുക കേട്ടോ. 125ൻ്റെ കാണുക, പിന്നെ 3125ൻ്റെയും കാണുക. ഓക്കെ. ദെൻ അത് കണ്ടതിന് ശേഷം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 125ൻ്റെ 5 ആണ് ലാസ്റ്റ്. അതുകൊണ്ട് 5ൻ്റെ എന്താണ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 25ഉം 5ൽ 5 അല്ലേ. അപ്പം 125നെ 5 × 5 × 5 എന്ന് എഴുതുക. ഈ 3125 ആണ് താഴെ അല്ലേ. അപ്പോൾ അതിനെ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ. ദെൻ ഇതിന് നമ്മൾ എന്താ ചെയ്യുക നോക്കൂ. 125നെ നമ്മൾ 5 × 5 × 5 അല്ലേ. അപ്പോൾ 5 എന്ന് എഴുതിയിട്ട് അതിൻ്റെ പവർ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക അല്ലേ. 3. അപ്പോൾ 3 എന്ന് എഴുതി ബൈ. പിന്നെ 3125ൻ്റെ സ്ഥാനത്ത് എന്താണ് നമ്മൾ 5ൻ്റെ തന്നെയാണ് അല്ലേ. അപ്പോൾ 5 എന്ന് എഴുതി. എന്നിട്ട് എത്ര 5 ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 അല്ലേ. 5 പവറാക്കി എഴുതി അല്ലേ. ഇനി നമ്മൾ എന്താണ് നോക്കുന്നത് മുകളിലാണ് അടിയിലാണ് പവർ വലുത് നോക്കുക അല്ലേ. അപ്പോൾ അടിയിലാണ് പവർ വലുത് കൂടുതൽ അല്ലേ. അപ്പോൾ എന്താക്കുക ആ മുകളിലത്തെ പവറും കൂടി അടിയിലേക്ക് കൊണ്ടുവരും അല്ലേ. അപ്പോൾ = എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാം 1/, എന്ന് പറഞ്ഞ് കൊടുക്കുക അല്ലേ. = 1/, എന്താണ് 1/5⁵ 5 - 3 എന്ന് എഴുതുക. അപ്പോൾ 1/5⁵ 5 - 3 എന്ന് എഴുതുക. = എങ്ങനെ എഴുതാം നമുക്ക് = എന്താണ് 1/, എന്താണ് 5⁵ 5 - 3 അല്ലേ. അപ്പോൾ 5⁵ 5 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 അല്ലേ. അപ്പോൾ 2 എന്ന് എഴുതുക അല്ലേ. 1/5⁵2 എന്ന് എഴുതുക. അപ്പോൾ 1/5⁵ 5 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 അല്ലേ. അപ്പോൾ അതാണ് 2 എഴുതി. അപ്പോൾ 1/5² ആണ് എന്ത് നമ്മളെ ആൻസർ കേട്ടോ. അപ്പോൾ 125/3125 = 1/5² കേട്ടോ. ഇതാണ് എന്ത് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ. ഇതാണ് നമ്മളെ ആൻസർ. അപ്പം ഇതേപോലെ ചെയ്യാട്ടോ നിങ്ങൾ. എന്തിങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ എന്താക്കുക മുകളിലാണോ താഴെയാണോ എന്താണ് പവർ വലുത് നോക്കുക. ന്യൂമറേറ്ററാണോ ഡിനോമിനേറ്ററിൻ്റെ പവറാണോ വലുത് നോക്കുക. ഡിനോമിനേറ്ററിൻ്റെ പവറാണ് വലുതെങ്കിൽ മുകളിലത്തെ ന്യൂമറേറ്ററിൻ്റെ പവർ താഴോട്ട് കൊണ്ടത് മൈനസ് ചെയ്യുക. ഇനി ന്യൂമറേറ്ററിൻ്റെ പവറാണ് വലുതെങ്കിൽ എന്താക്കുക താഴെ ഡിനോമിനേറ്ററിൻ്റെ പവർ ന്യൂമറേറ്ററിൽ കൊണ്ടുവന്നിട്ട് ആ പവറുകൾ തമ്മിൽ മൈനസ് ചെയ്തിട്ട് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇങ്ങനെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ് 48/64 ആണ് അല്ലേ. ഈ 48/64 ഇതേപോലെ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ കാണണം അല്ലേ. ഓക്കെ. അപ്പോൾ എന്താണ് 48നെ നമുക്ക് എന്താണ് ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ 48ൽ എത്ര 2 ഉണ്ട് 1 2 3 4 അല്ലേ. അപ്പോൾ 2⁴ ഇൻറ്റു പിന്നെ ഒരു 3 കൂടി കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ × 3 എന്ന് എഴുതുക ബൈ. പിന്നെ 64 ആണ് അല്ലേ. 64ൽ നമുക്ക് എങ്ങനെ എഴുതാം 2 എഴുതുക. എന്നിട്ട് 2 എത്ര ഉണ്ട് എണ്ണി നോക്കുക 1 2 3 4 5 6 അല്ലേ. അപ്പോൾ 2⁶ എന്ന് എഴുതുക അല്ലേ. ഓക്കെ. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത് 6 പവർ വലുത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ 6 - 4 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക 1 ആണ് ഇവിടെ വരിക അല്ലേ. ഇതിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 1. അപ്പോൾ 1 × 3 എത്രയാ 3 ആണ് അല്ലേ. ഇവിടെ 3 കിടക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ 3/, എന്ന് പറഞ്ഞ് എഴുതുക കേട്ടോ. അപ്പോൾ 3/2⁶ - 4 എന്ന് എഴുതുക. അപ്പോൾ 1 × 3/2⁶ - 4 അല്ലേ. 2⁴ കൂടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ 1 ആയി. ഇപ്പോൾ 1 × 3/2⁶ - 4 ആയി അല്ലേ. അപ്പോൾ ഈ 6 മുകളിലത്തെ ഈ പവറിന് താഴോട്ട് കൊണ്ടുവന്നപ്പോൾ -4 ആയി അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്താ 1 × 3 = എത്ര 3 അല്ലേ. അപ്പോൾ 3/2⁶ - 4 ആണ് അല്ലേ. 2⁶ - 4 6 - 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 1/2⁴ എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ 1 അല്ല 1 × 3 3 ആണ് അല്ലേ. 3/ പിന്നെ 2⁶ - 4 6 - 4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ 2⁶ - 4 എന്ന് പറഞ്ഞാൽ 2 മുകളിൽ എഴുതി അല്ലേ. അപ്പോൾ 3/2⁴ ആണ് ആൻസർ കേട്ടോ. ഓക്കെ. അപ്പോൾ 48/64ൻ്റെ ആൻസർ ആണ് 3/2² എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് എന്താണ് 54/81 ആണ് അല്ലേ. അപ്പോൾ 54/81 എങ്ങനെ നമുക്ക് ചെയ്യാം
അപ്പോൾ 54/81 അല്ലേ. അപ്പോൾ 54നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം, 81നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക അല്ലേ. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരം ഇൻറ്റു ചെയ്തിട്ട് എന്താക്കുക, പവർ എടുത്തിട്ട് മുകളിലാണ് കൂടുതലെങ്കിൽ ഇത് മുകളിൽ കൂടുതലാവില്ല അല്ലേ. 54 ആണ് 81 വലുത്, 81 വലുത് അല്ലേ. അപ്പോൾ താഴെയായിരിക്കും പവർ കൂടുതൽ. അപ്പോൾ എന്താക്കുക, പവർ എടുത്തിട്ട് താഴെ ഉള്ള പവറുമായിട്ട് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 54ൻ്റെയും 81ൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് 54നെ നമ്മൾ ചെയ്തില്ലേ, 54/2 ചെയ്താൽ എത്രയാണ് 27 കിട്ടും അല്ലേ. ഈ 27ൽ 2 ചെയ്യാൻ പറ്റുമോ, ഇവിടെ 7 ആണല്ലേ. അപ്പോൾ 2ലില്ല, അപ്പോൾ നമുക്ക് 3യിലാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ 3 നോക്കുക. അപ്പോൾ 27/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 9 ആണ് കേട്ടോ. 9 ചെയ്യുക. ഇനി 9ൽ എത്ര 3 ഉണ്ട്, 9ൽ 2 ഉണ്ടോ, ഇല്ല. അപ്പോൾ 3 ആണ് അല്ലേ. അപ്പോൾ 9ൽ 3 ചെയ്യുക. എത്ര 3 ആണ്, 3 സാർ അല്ലേ. അപ്പോൾ 3. ഇനി 3ൽ എന്താണ് 2 ആണോ, അല്ല 3 ആണ് അല്ലേ. അപ്പോൾ 3/3 എത്രയാണ് 1 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്ന് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത എന്താ നമ്മൾ ചെയ്യുന്നത് 81 ആണ് അല്ലേ. അപ്പോൾ 81ൻ്റെ നമ്മൾ അതേപോലെ തന്നെ ചെയ്യുക. എന്താണ് 81ൻ്റെ അതേപോലെ 81ൽ എന്താണ് 81ൽ 2ൽ പോവോ, ഇല്ല. 3ലോ 3ൽ പോവില്ലേ. അപ്പോൾ എത്ര 3ൽ പോവുക, എത്രയാണ് 27 അല്ലേ. 7 3s are 21, 2 ബാലൻസ്, 3 2s are 6, 6 + 2 8 അല്ലേ, 81. ഇനി 27ൽ 2 പോവുക, ഇല്ല 3 ആണ് അല്ലേ. അപ്പോൾ 3 തന്നെ എത്ര വട്ടാണ് പോവുക, എത്ര 9 അല്ലേ. അപ്പോൾ ഇവിടെ 9 എഴുതുക. അപ്പം 9 എഴുതി. ഇനി 9ൽ എത്ര വട്ടാണ് 3 പോകുന്നത്, 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ ഇവിടെ 3 എഴുതുക. ഓക്കെ, ദെൻ 3ൽ എത്ര വട്ടം 3 പോവുക, 1 അല്ലേ. അപ്പോൾ ഇവിടെ 3ൽ 3 1. ഓക്കെ, ദെൻ അപ്പം ഇത് എല്ലാം കൂടി ഇൻറ്റു ചെയ്ത് നോക്കുക. 81 കിട്ടുന്നുണ്ടോ, 3 3s are 9, 9 3s are 27, 27 × 3 81 അല്ലേ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, = നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ പവർ ആക്കി എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് 1 2 ഉണ്ട് അല്ലേ. 2 എത്ര ഉണ്ട്, 2 ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ 2 ഇൻറ്റു എന്ന് എഴുതുക. ഇനി 3 എത്ര 3യോ 3 1 2 3 ഉണ്ട് അല്ലേ. അപ്പോൾ 3/3 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ 3/3 എന്ന് എഴുതുക. 3/3 എന്ന് എഴുതി. ദെൻ നെക്സ്റ്റ് 81ൻ്റെ ആണ്. അപ്പോൾ 3 എന്ന് എഴുതി. ഇനി എന്താ 3 എത്ര ഉണ്ട്, 1 2 3 4 അല്ലേ. 4 അപ്പോൾ ഇതിൻ്റെ പവർ എത്രയാണ് 4 എന്ന് എഴുതുക കേട്ടോ. ഇതിൻ്റെ പവർ 4 എന്ന് എഴുതുക. ദെൻ അടുത്ത എന്താണ് വരുന്നത്, ഇവിടെ 2 × 3³ ആണ് അല്ലേ. ഇവിടെ 3/4 ആണ്. അപ്പോൾ വലുത് ഏതാ, 4 3 4 ആണ് അല്ലേ. അപ്പോൾ ഈ മുകളിലത്തെ ഈ 3ൻ്റെ പവറിന് ഇങ്ങോട്ട് ഈ 3ൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 1/3/4 - 3 അല്ലേ. അങ്ങനെ എഴുതുക. = 2/3/4 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 - 3 പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, 3/1 അല്ലേ. അപ്പോൾ 2/3 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ 2 × 1/3/4 - 3 എന്ന് എഴുതി അല്ലേ. = എന്താണ് നമുക്ക് കിട്ടുക, 2 × 1 എന്ന് പറഞ്ഞാൽ 2/3 അല്ലേ. 3/1 അപ്പോൾ 3 ആണ്. അപ്പം 2 × 1 2/3/4 - 3 പറഞ്ഞാൽ 1 അല്ലേ. 3/1 ആണ്. 3/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ 2/3 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് എന്താണ് മൾട്ടിപ്പിൾസ് ആൻഡ് പവേഴ്സ് ആണ് കേട്ടോ. എന്താണ് മൾട്ടിപ്പിൾസ് ആൻഡ് പവേഴ്സ്, ഇവിടെ നോക്കിയേ 3 ടൈംസ് എന്താണ് 3 × 4 and 3 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 × 10 അല്ലേ. 3 × 4 എന്താ 3 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 3 പ്രാവശ്യം കൂട്ടുക അല്ലേ. 3 × 6 എന്ന് പറഞ്ഞാൽ 6 3 പ്രാവശ്യം കൂട്ടുക അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താ വരിക, 3 × 10 അല്ലേ. അപ്പോൾ 6 4 അല്ല കൂട്ടി എന്താ 10 അല്ലേ. അപ്പോൾ 3 × 10 അല്ലേ. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ 4³ × 6³ ആണെങ്കിൽ ഇവിടെയും ക്യൂബാണ് ഇവിടെയും ക്യൂബാണ് അല്ലേ. അത് രണ്ടും സെയിം പവർ അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുക എന്താണ്, 4 × 6 3 എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇതിനും 3 ആണ്, ഇതിനും 3 അല്ലേ. അപ്പോൾ നമ്മൾ 3 എന്ന് എഴുതിയാൽ മതി. ഇതിനും ബ്രാക്കറ്റ് ഇട്ടിട്ട് 3 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും ബാധകമാണ്. 4³ × 6³ തന്നെ ആയിരിക്കും ഇതിൻ്റെ ആൻസർ കേട്ടോ. ഇവിടെ നോക്കിയാൽ x⁻n y⁻n = xy⁻n ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈ n രണ്ട് പവർ സെയിം ആണെങ്കിൽ എന്താണ്, മൊത്തം ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ പവർ n ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഏതാ വെച്ചാൽ 7² ആണ് ഉദ്ദേശം. 2 പവറാണ് വന്നിരിക്കുന്നത് അല്ലേ. 7ന് ഒന്ന് സ്ക്വയറും ഉണ്ട്, പിന്നെ whole⁻5 ആണല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഈ 7 പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ പവറും പിന്നെ whole⁻ ഈ പവറും കൂടി ഇൻറ്റു ചെയ്യുക.
2 into 5 അപ്പോൾ 2 into 5 10 അതാണ് ഇവിടെ 7^10 വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ട് പവറായിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് രണ്ടും ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്താൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ 7^2 into 5 എന്താണ് 7^10 അല്ലേ, 2 into 5 എന്ന് പറഞ്ഞാൽ 10 അല്ലേ, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ x^m (n) is equal to x^m into n. കണ്ടോ, എമ്മും എന്നും കൂടി ഇൻറ്റു ചെയ്യുക, ഈ ബ്രാക്കറ്റിൽ ഒഴിവാക്കിയിട്ട് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു പവറാണ് ഇത്, അതിൻ്റെ മുകളിലുള്ള പവറാണ് അല്ലേ. അപ്പോൾ ആ രണ്ട് പവറും കൂടി ഇൻറ്റു ചെയ്താൽ ഇതിൻ്റെ പവർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, ട്രൈ ദിസ് പ്രോബ്ലം ആണ് അല്ലേ. കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ബിലോ ഇൻ ഹെഡ്. ഇതെന്താണ്, ഈ പ്രോഡക്റ്റ് എന്താണ് ഹെഡിനോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് 5² into 4² അല്ലേ. അപ്പോൾ 5² into 4² എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടും സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എന്താക്കുക, ഇതിനെ 5 into 4 whole square എന്ന് എഴുതാം. നോക്കൂ ഇവിടെ എങ്ങനെയാണ് 5 into 4 രണ്ടിന് 5² into 4² അല്ലേ. അപ്പോൾ രണ്ടും എന്താണ് സ്ക്വയർ ആണ്, സെയിം നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഇതിന് എന്താക്കുക, ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്താക്കുക ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കി 5 into 4 whole square അല്ലേ. 5 into 4 എന്ന് പറഞ്ഞാൽ എന്താണ് 20 ആണ് അല്ലേ. അപ്പോൾ 20 whole square അല്ലേ. 20 whole square എന്ന് പറഞ്ഞാൽ എന്താണ് 20 into 20 അല്ലേ. 20 into 20 എത്രയാണ്, 20 into 20 400 അല്ലേ. അപ്പോൾ 400 ആണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. ചെയ്ത് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഈ 5² 4² ആണ് അല്ലേ. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി എന്താക്കി, ഈ സ്ക്വയറിനെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് കണ്ടിട്ട് എടുത്ത് എഴുതി അല്ലേ. 5 into 4 whole square എന്ന് എഴുതി. ഇനി ഇത് രണ്ടും ഇൻറ്റു ചെയ്തു. 5 into 4 20 ആണ്, 20 whole square ആണ് അല്ലേ. അപ്പോൾ 20² എന്ന് പറഞ്ഞാൽ എന്താ 20 into 20 അല്ലേ. 20 into 20 എത്രയാണ് 400. അതാണ് ഇവിടുത്തെ ഈ ആൻസർ കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇത് നോക്കൂ, ഇതെങ്ങനെ ചെയ്യാം നമുക്ക്. 5³ ആണ് അല്ലേ. എന്താണ് ഇവിടെ ക്യൂബാണ് ഇത് രണ്ടിനും അല്ലേ. 5^3 ആണ്, ഇത് 6^3 ആണ് അല്ലേ. റേസ് ടു എന്നാ പറയാ കേട്ടോ. റേസ് ടു 3 അല്ലേ. അപ്പോൾ 5^3 ഇത് 6^3 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അത് ബ്രാക്കറ്റിന്റെ പുറത്താക്കി എഴുതുക അല്ലേ. അപ്പോൾ 5 into 6 ഹോൾ ക്യൂബ് അല്ലേ. ഹോൾ ക്യൂബ് എന്ന് എഴുതുക. ഓക്കെ, ഇനി 5 into 6 എന്ന് പറഞ്ഞാൽ എന്താണ് 30 ആണ് അല്ലേ. അപ്പോൾ 13 ക്യൂബ് അല്ലേ. 30 ക്യൂബ് വരും. അപ്പോൾ 30 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, 30 ക്യൂബ് എന്ന് പറഞ്ഞാൽ 30 into 30 into 30 അല്ലേ. അപ്പോൾ 30 into 30 എത്രയാണ് 900. 900 into 30 എത്രയാണ് 27,000 അല്ലേ. 1 2 3. ഇതാണ് നമ്മൾ ആൻസർ വരിക കേട്ടോ. 27,000 ആണ് ഇത് നമ്മളെ ആൻസർ വരിക. പോയിന്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ 27,000 ആണ് ഇത് നമ്മളെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഹെഡ് വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ് 25³ into 4³ ആണ് അല്ലേ. അപ്പോൾ രണ്ടും ക്യൂബാണ്. അപ്പോൾ നമുക്ക് എന്താക്കുക, ബ്രാക്കറ്റിലാക്കി എഴുതുക അല്ലേ. അപ്പോൾ 25 into എന്താണ് 4 അല്ലേ. 4 അല്ലേ. ഹോൾ ക്യൂബ് പവർ 3 അല്ലേ. പവർ 3 അല്ലേ. ദെൻ 25 into 4 എത്രയാണ് 25 into 4 100 അല്ലേ. അപ്പോൾ 100 ഹോൾ ക്യൂബ് ആയിരിക്കും അല്ലേ. 100 ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ 100 into 100 into 100 എത്രയാണ്, അപ്പോൾ നമുക്കറിയാം അല്ലേ. എത്രയാ, 1 ഇട്ടിട്ട് ആദ്യത്തെ 100 into 100 എന്ന് പറഞ്ഞാൽ എത്രയാ, 100 into 100 100 into 100 വരുമ്പോൾ 10,000 വരും അല്ലേ. പിന്നെ ഒരു 100 കൂടി ഇല്ലേ. പിന്നെ ഒരു 100 കൂടിൻ്റെ 2 0 കൂടി ഉണ്ട് അല്ലേ. അപ്പം ഓക്കെ, അപ്പോൾ ഇത്ര വരും അല്ലേ. അപ്പോൾ ഇതെത്രയാണ് യൂണിറ്റ് 10 100 1000 10,000 ലാക്ക് 10 ലാക്ക് അല്ലേ. അപ്പോൾ 10 ലാക്ക് അല്ലേ, അത്രയാണ് വരുന്നത് അല്ലേ. അപ്പം 25 into 4 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 125² into 8² ആണ് അല്ലേ. അതെങ്ങനെ നമുക്ക് ചെയ്യാം, ഇവിടെ പറയുന്നത് എന്താ 125² into 8² ആണല്ലേ. അപ്പോൾ 125² ആണ് ഇത് രണ്ടും. അപ്പോൾ നമുക്ക് പവർ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടിൻ്റെയും മൾട്ടിപ്പിളിൻ്റെ പവർ ആക്കി കൊടുക്കുക. അപ്പോൾ എന്താണ് നമുക്ക് 125 into 8 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഹോൾ സ്ക്വയർ. ഓക്കെ,
ദെൻ അടുത്ത എന്താണ് 125 into 8 എന്താണ് 125 into 8 1000 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 1000 കൊടുക്കുക 1000 ഓക്കെ. ഇനി അതിൻ്റെ സ്ക്വയർ കൊടുക്കുക അല്ലേ 1000 സ്ക്വയർ എന്ന് എഴുതുക. അപ്പോൾ 1000 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 1000 into 1000 അല്ലേ. അപ്പോൾ എന്താണ് 1 ഇട്ടിട്ട് 6 0 കൊടുക്കുക അല്ലേ. 1 2 3 4 5 6 അല്ലേ 6 0 കൊടുക്കുക. ഇതാണ് നമ്മൾ ആൻസർ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് റൈറ്റ് ഈച്ച് നമ്പർ വില ആസ് എ പ്രോഡക്റ്റ് ഓഫ് എ പവേഴ്സ് ആസ് ഡിഫറെൻറ്റ് പ്രൈംസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഓരോന്നും എന്താണ് ഡിഫറെൻറ്റ് പ്രൈംസിൻ്റെ പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയി എഴുതാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ 15 നമുക്ക് എങ്ങനെ എഴുതാം നമുക്ക് 15 അല്ലേ. അപ്പോൾ 3 into 5 ആണല്ലോ 15. അപ്പോൾ നമുക്ക് എന്താക്കുക 3 into 5 ഹോൾ സ്ക്വയർ ആണല്ലോ അല്ലേ. 50 എന്ന് പറഞ്ഞാൽ എന്താണ് 3 into 5 അല്ലേ. 3 into 5 ആണെന്ത് 50 എന്ന് പറയാം അല്ലേ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 into 5 ഹോൾ സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പോൾ 15 സ്ക്വയർ നിങ്ങൾ എഴുതുക 15 സ്ക്വയർ is equal to 3 into 5 ഹോൾ സ്ക്വയർ അല്ലേ. ഇതിനെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്താൽ 3 ഈ സ്ക്വയർ ഇതിനും ബാധകമാണ് ഇതിനും ബാധകമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 3 സ്ക്വയർ into 5 സ്ക്വയർ ഓക്കെ. 3 സ്ക്വയർ into 5 സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത് 13 ക്യൂബാണ് കേട്ടോ. 13 ക്യൂബാണ്. അപ്പോൾ 13 ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം ക്യൂബാണ്. അപ്പോൾ നമുക്ക് 13 ക്യൂബിനെ നമുക്ക് ഏതിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് 30. അപ്പോൾ നമുക്ക് 13 എങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഏതിൻ്റെയൊക്കെ പ്രൈം പ്രോഡക്റ്റ് ആണ് 30 എന്ന് പറയുന്നത്. ആ 30 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയാണ് 2 into 3 into 5 അല്ലേ. 2 into 3 into 5 ആണ് എന്ത് 13 വരുന്നത് അല്ലേ. അപ്പോൾ 13 ക്യൂബ് വരുമ്പോൾ എന്താ ചെയ്താൽ 2 into 3 into 5 ഹോൾ ക്യൂബ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 2 ക്യൂബ് into 3 ക്യൂബ് into 5 ക്യൂബ് കണ്ടോ. ഇതാണ് നമ്മൾ ആൻസർ വരിക കേട്ടോ. ഓക്കെ. അപ്പോൾ 2 ക്യൂബ് into 3 ക്യൂബ് into 5 ക്യൂബ് ആണെന്ത് ഈ 13 ക്യൂബിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 12 സ്ക്വയർ into 21 സ്ക്വയർ ആണ് കേട്ടോ. 12 സ്ക്വയർ into 21 സ്ക്വയർ അല്ലേ. അപ്പോൾ 12 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇതേപോലെ തന്നെ 12 സ്ക്വയറിൻ്റെ പ്രൈം പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അതേപോലെ 21 സ്ക്വയറിൻ്റെയും പ്രൈം പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ 12 സ്ക്വയറിൻ്റെ എന്താ ഇങ്ങനെ കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ 2 എത്ര ഉണ്ട് 2 എഴുതിയിട്ട് 2 അല്ലേ സ്ക്വയർ മുകളിലിട്ട് ഇൻറ്റു പിന്നെ 3 അവിടെ ഉള്ള 3 അല്ലേ. ഇനി 21 സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താണ് 21 ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ 3 into 7 അല്ലേ. 3 into 7 എഴുതി അല്ലേ. ഓക്കെ. ഇനി എന്താണ് ഈ 12 സ്ക്വയർ into 21 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കാം 12 into 21 ഹോൾ സ്ക്വയർ ആണല്ലോ അല്ലേ. 12 into 21 ഹോൾ സ്ക്വയർ ആണ് എന്ത് വരുന്നത് ഹോൾ സ്ക്വയർ ആണ് എന്താ ഈ 12 സ്ക്വയർ into 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ മുകളിലേക്ക് എടുത്തില്ല ബ്രാക്കറ്റ്. അതേപോലെ 12ൻ്റെ നമ്മളിത് കണ്ടുപിടിച്ചു പിന്നെ 21 കണ്ടുപിടിച്ചില്ല. ഇനി ഹോൾ സ്ക്വയർ ഇടണ്ടേ. അപ്പോൾ ഹോൾ സ്ക്വയർ ഇട്ടു. ഓക്കെ. ഹോൾ സ്ക്വയർ ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ 2 സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 2 into 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതായത് 2 into 2 അല്ലേ. 2 into 2 എന്ന് എഴുതി ഇൻറ്റു പിന്നെന്താണ് ഇവിടെ 3 സ്ക്വയർ ആണ് അല്ലേ. 3 into 3 എന്ന് പറഞ്ഞാൽ എന്താ 3 സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ പിന്നെ എന്താണ് ഇവിടെ മുകളിലുള്ള ഈ ബ്രാക്കറ്റിൻ്റെ മുകളിലുള്ളത് ഉണ്ട് അല്ലേ ഇൻറ്റു 2 അല്ലേ. ഇൻറ്റു 2 ഇൻറ്റു പിന്നെ എന്താണ് ഈ 7 അല്ലേ. 7ൻ്റെ പവർ എന്താണ് 2 അല്ലേ. 7ൻ്റെ പവർ 2. ഓക്കെ. ഇനി നമുക്ക് ഇതിനെങ്ങനെ ഇതാ ഇസ് ഈക്വൽ ടു 2 raised to 4 അപ്പം 2 സ്ക്വയർ അല്ലേ. 2 into അപ്പോൾ 2 raised to 4 into 3 raised to 4 into 7 സ്ക്വയർ ചെയ്തല്ലേ. പക്ഷേ നോക്കി മക്കളെ ഇവിടെ 21 ക്യൂബ് അല്ലേ ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ 21 ക്യൂബ് അല്ലേ എഴുതേണ്ടത്. അപ്പോൾ 21 ക്യൂബ് എന്ന് എഴുതുമ്പോൾ എന്താണ് 21 ക്യൂബാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് വേണ്ട കേട്ടോ. ഈ സ്റ്റെപ്പ് വേണ്ട. ഇനി എന്താക്കുക 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു 2 സ്ക്വയർ into 3 ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്താക്കുക നമുക്ക് പവർ ഇട്ട് കൊടുക്കുക അല്ലേ. 2 ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ എന്താ 21ൻ്റെ ആണ് എന്ത് 3 into 7 അല്ലേ. അവിടെ നമ്മൾ എന്താ ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ 3 ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ 3 ഇട്ട് കൊടുക്കുക. ഓക്കെ. ദെൻ 2 raised to 4 ഈ 2 എഴുതുക അല്ലേ. 2 raised to 2 ഇൻറ്റു പിന്നെന്താണ്
ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2⁻2 × 2 ഇവിടെ എഴുതി ഇൻറ്റു പിന്നെ 3² മതി കേട്ടോ. അവിടെ ഇത് വേണ്ട 3². ഓക്കെ. പിന്നെ ഇവിടെ എന്താ അടുത്തതിലാണ് എന്ത് വരുന്നത് 3 × 7 ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കാം 3 ഈ ക്യൂബ് ഇതിന് പാകമാണല്ലേ. അപ്പോൾ 3³ എന്ന് എഴുതുക ഇവിടെ. ഓക്കെ. ഇൻറ്റു പിന്നെ എന്താണ് 7³ അല്ലേ. ഇൻറ്റു 7³. ഓക്കെ. ഓക്കെ. ദെൻ ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യുക 2⁴ അല്ലേ. 2 × 2 പറഞ്ഞാൽ എന്താ ഇവിടെ 2⁻2 × 2 അല്ലേ. അപ്പോൾ 2 × 2 4 അല്ലേ. അപ്പോൾ 2⁻4 പിന്നെ ഇൻറ്റു പിന്നെ എന്താ ഇവിടെ വരുന്നത് 3² × 3³ ആണല്ലേ. അപ്പോൾ എന്താ നമുക്ക് എഴുതുക 3 പിന്നെ ഇൻറ്റു ആകുമ്പോൾ എന്താണ് ഇത് മൾട്ടിപ്ലൈ രണ്ടും എന്താണ് ഇതിനെ പവർ രണ്ടും കൂട്ടുക ചെയ്യുക അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 + 3 എത്രയാണ് 5 അല്ലേ. അപ്പോൾ 3⁵5 ഇൻറ്റു 7³. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ. ഇവിടെ ക്യൂബ് ആയിരുന്നു, ഇവിടെ സ്ക്വയർ ആയിട്ട് നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ക്യൂബ് ആകുമ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുക. എന്നിട്ട് 12² എന്താണ് 4 × 3 അല്ലേ. 2⁻2 × 3 ആണ് അല്ലേ 12 പറയുന്നത്. അതിൻ്റെ സ്ക്വയർ ചെയ്ത് പിന്നെ 21³ എന്ന് പറഞ്ഞാൽ എന്താണ് 3 × 7 ഹോൾ ക്യൂബ് എഴുതി. പിന്നെ 2² × ഈ 2നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് 3² ഈ 2 കൊണ്ടുവന്നു. പിന്നെ എന്താണ് ചെയ്തത് പിന്നെ എഴുതത് ഈ 3 × 7 ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ 3³ × 7³ എഴുതി. പിന്നെ നമ്മൾ എന്താക്കി 2⁻2 × 2 4 ആണ് അവിടെ എഴുതി. 2⁻4 എഴുതി ഇൻറ്റു ഇവിടെ എന്താ 3² × 3³ അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടും പഠിച്ചിരുന്നത് മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ് അത് രണ്ട് സെയിം നമ്പറും ആണെങ്കിൽ അതിൻ്റെ പവർ നമ്മൾ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 3⁻2 + 3 അപ്പോൾ 3⁻2 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 അല്ലേ. ആ 3⁻5 എന്ന് എഴുതി ഇൻറ്റു 7³ അപ്പോൾ 2⁻4 × 3⁻5 × 7³ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മളെ ചാപ്റ്റർ തീർന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആട്ടോ. ഇത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായി പഠിക്കാൻ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിരിക്കണം, ഡിവിഷനും പഠിച്ചിരിക്കണം. അത്രയേ ഉള്ളൂ. അത് പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ. താങ്ക് യു.